ആശാ വർക്കേഴ്സിന്റെ സമരം 19ാം ദിവസത്തിലേക്കാണ്. സമരം തുടരുന്നതിനിടെ CITU-വിന് AG's ഓഫീസിലേക്ക് ബദൽ സമരം നടത്തും. ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആരോപിച്ചാണ് CITU-വിന്റെ സമരം. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത്. സലിം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ആശാ വർക്കേഴ്സിന്റെ സമരം 19ാം ദിവസത്തിലേക്ക് കടക്കുമെന്നല്ല, സമരം ശക്തമായി തന്നെ തുടരാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു, കുടിശ്ശിക തുക പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ അതിലൊന്നും വഴങ്ങില്ല. മറ്റാവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണല്ലോ ആശാ വർക്കേഴ്സിന്റെ ആവശ്യം. ഒപ്പം തന്നെ ഇന്ന് CITU ബദൽ സമരവും നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെയും വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിധാൻ ക്രിസ്റ്റീന. ഈ ആശാവർക്കർമാരുടെ സമരം ആ നിലയിൽ അത് ശക്തമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ CITU ആ സമരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലായി സമരം ആശാവർക്കർമാർ നടത്തേണ്ട സമരം അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നൊരു നിലയിൽ സമരം ഏറ്റെടുത്തിരുന്നു. അതിന് പിന്നാലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം CITU സമരം നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് CITU AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. AG's ഓഫീസിൽ ഇതിന് തൊട്ട് ചേർന്നാണ് ഈ സെക്രട്ടേറിയറ്റ്. അവിടെയാണ് ഈ ആശാവർക്കർമാർ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നത്. അതിനിടയിലാണ് തുടക്കം മുതൽ തന്നെ CITU-വും അതിൻ്റെ നേതാക്കളും ഈ വിഷയത്തിൽ ഈ സമരത്തോട് സ്വീകരിച്ച നിലപാട് തീർത്തും പരിഹാസാത്മകമായിരുന്നു. അതിന് പിന്നാലെ പല നിലയിൽ പാട്ടവർക്കുകൾ എന്നതുൾപ്പെടെയുള്ള ആക്ഷേപം, ഈർക്കിൽ സംഘടന എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടായി. പിന്നാലെയാണ് സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെ അല്ല കേന്ദ്ര സർക്കാരിനെതിരെ എന്നൊരു നിലപാടെടുത്തത്. അങ്ങനെയാണ് ഒരു ബദൽ സമരത്തിലേക്ക് CITU കടക്കുന്നത്. പക്ഷേ എന്തൊക്കെ നിലയിലേക്കുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആശാ വർക്കേഴ്സ് ആ സമരം വലിയ നിലയിൽ ശക്തമായി തന്നെ തുടരുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ സമരം തുടങ്ങുമ്പോൾ 3 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാരിന് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ ആദ്യഘട്ടത്തിലെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും സമരം ശക്തിയായതോടുകൂടി ആദ്യം 2 മാസത്തെ കുടിശ്ശിക അനുവദിക്കേണ്ടി വന്നു. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെയോടുകൂടി 3 മാസത്തെ കുടിശ്ശികയും ഒപ്പം ഇൻസെൻറ്റീവും അനുവദിക്കേണ്ടതായ സാഹചര്യം വന്നു. നാഷണൽ ഹെൽത്ത് മിഷനാണ് ആ തുക അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ സമരം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന 3 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ കുടിശ്ശികയില്ല. പക്ഷേ നമ്മൾ ഇന്നലെ ഈ വിവരം വന്നതിന് ശേഷം ഈ സമരക്കാരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ചെയ്ത ജോലിക്കുള്ള ശമ്പളം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആ ശമ്പളം വാങ്ങാൻ വേണ്ടിയല്ല 18 ദിവസമായി ഇവർ അവിടെ വെയിലും മഴയും കൊണ്ട് കിടക്കുന്നത്. അവരുടെ മറ്റാവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 7000-ൽ നിന്ന് 21,000 രൂപയെങ്കിലും ആക്കുക, ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവർ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണുള്ളത്. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നും സമരം നടക്കും. ഇന്നലെയും ഈ ആശാ വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടന്നിരുന്നു. ആ നിലയിൽ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയുമാണ്. പ്രവിധ ക്രിസ്റ്റീന.